ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴ 2 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 26-ാം ദിവസമായ 4ാമത്തെ തിങ്കളാഴ്ചയാണ് പിന്നിടുന്നത്. കേരളത്തിൽ മാത്രമല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും എല്ലാം തന്നെ വമ്പൻ തരംഗമായി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 25 ദിവസം കൊണ്ട് 123 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കളക്ഷൻ, ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് 26-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും മികച്ച കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1 കോടി 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 124 കോടി 70 ലക്ഷം റേഞ്ചിലാണ് 26 ദിവസം കൊണ്ട് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും 228 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സൈജു ഗ്രൂപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ 21 കോടി 65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18-ാം ദിവസവും 3ാമത്തെ തിങ്കളാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 80-85 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 18 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 22 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായി ഇന്നലെ ഈ സിനിമയുടെ 40 കോടി പോസ്റ്റർ പുറത്തു വന്നിരുന്നു. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ ആദ്യ 18 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 36 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയുമായി മെയ് 1 തിയേറ്റർ റിലീസ് തീരുമാനിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് പേട്രിയറ്റ്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവരാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഓവർസീസ് അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. സെൻസറിംഗ് സംബന്ധമായ അനിശ്ചിതത്വം മൂലം ഇന്ത്യയിലെ ബുക്കിംഗ് നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ രാവിലെ 9:30 ആരംഭിക്കുന്നതാണ്. ഇന്ന് സെൻസറിംഗ് പൂർത്തിയായ സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. 3 മണിക്കൂർ 15 സെക്കൻഡാണ് സിനിമയുടെ ദൈർഘ്യം. സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ ആരംഭിക്കുന്നത് രാവിലെ 9:15 അതേസമയം ചിത്രത്തിന്റെ GCC അഡ്വാൻസ് ബുക്കിംഗ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്ന പ്രീസെയിൽ കണക്ക് പ്രകാരം $1,50,000, അതായത് 1 കോടി 40 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. പ്രഭാസ്, കാജൽ അഗർവാൾ എന്നിവർ പ്രധാന താരങ്ങളായി A. കരുണാകരൻ തിരക്കഥ സംവിധാനം ചെയ്ത് 2010 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന തെലുങ്ക് സിനിമയാണ് ഡാർലിംഗ്. ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി റിലീസായി ഇക്കഴിഞ്ഞ ഏപ്രിൽ 23 വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. മികച്ച സ്വീകാര്യത കിട്ടിയിരിക്കുന്ന ഈ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തെലങ്കാനയിൽ 4 കോടി 46, ആന്ധ്രാപ്രദേശിൽ 2 കോടി 33, കർണാടകയിൽ 71 ലക്ഷം, തമിഴ്നാട്ടിൽ 9 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 7 കോടി 62 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 42 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 8 കോടി 4 ലക്ഷം രൂപയാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ജിഷു സെൻഗുപ്ത, ടബു, വാമിക ഗബ്ബി, രാജ്പാൽ യാദവ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 24,55,000 രൂപയുടെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം 113 കോടി 40 ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഇന്ത്യൻ ഗ്രോസായി സ്വന്തമാക്കിയിരിക്കുന്നത് 134 കോടി 98 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 45 കോടി 50 ലക്ഷം ഉൾപ്പെടെ ലോകമെമ്പാടുമായി ആദ്യ 10 ദിവസം കൊണ്ട് 180 കോടി 48 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 6ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 40 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 39 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 19 കോടി 35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 39 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1353 കോടി 27 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 424 കോടി 25 ലക്ഷം രൂപയുമാണ്. ലോകമെമ്പാടുമായി 1777 കോടി 52 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.